ഹിയറിംഗ് എയ്ഡ് മേടിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്താണെന്നുള്ള ഞാൻ ഈ ഒരു കുഞ്ഞ് ഇൻസിഡൻറ്റ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കിന്നൊരു ഹോം വിസിറ്റ് ഉണ്ടായിരുന്നു. ഒരു 96 വയസ്സായിട്ടുള്ള പ്രായമായിട്ടുള്ള ഒരു അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനൊരു 3 മാസം കൂടുമ്പോൾ പോകും ക്ലീനൊക്കെ ചെയ്യാൻ വേണ്ടി. കാരണം അദ്ദേഹത്തിന് കൈ വിറയലൊക്കെ ഉണ്ട്. അപ്പം ഞാനാണ് പോയി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഞാനിന്ന് പോയപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ WWE ഇല്ലേ, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ കണ്ടത്, ഇപ്പം കാണാറേ ഇല്ല. ഇങ്ങനെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞു. നിങ്ങൾ ഇന്ന് IPL കാണുന്നില്ല, ഇന്ന് ചെന്നൈയുടെ കളിയുണ്ട്. അപ്പം അദ്ദേഹം TV അത്രത്തോളം എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാനിത് പറയാൻ കാരണം, ഞാൻ ഇനിഷ്യലി ഇദ്ദേഹത്തിനെ കണ്ട സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇദ്ദേഹവും വൈഫും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വെളിയിലിറങ്ങി സംസാരിക്കുക, അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ നീഡേ ഇദ്ദേഹത്തിനില്ല. കൂടുതൽ സമയവും ഇൻവെസ്റ്റ് ചെയ്യുന്നത് TV-യുടെ മുന്നിലാണ്. സീരിയലുകൾ, അതുപോലെ ആ TV എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബേസിക് ഹിയറിംഗ് എയ്ഡ് ഞാൻ കൊടുത്തതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല. അപ്പോൾ ഞാൻ ഈ അദ്ദേഹത്തിന് പറഞ്ഞു, നമുക്ക് TV ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഹിയറിംഗ് എയ്ഡുകളുണ്ട്. ഞാനത് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി. ഫൈനലി ആ ഒരു TV കണക്ടിവിറ്റിയൊക്കെ ഉള്ള ഹിയറിംഗ് എയ്ഡാണ് അദ്ദേഹം മേടിച്ചത്. നൗ ഞാൻ ഈ പറഞ്ഞ അദ്ദേഹം വളരെ ആ ഒരു മൊമെന്റിൽ ലോകത്തിലെ ഏറ്റവും സന്തോഷമായിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം അദ്ദേഹമാണ്. കാരണം അത്രത്തോളം ഈ പറഞ്ഞ പോലെ TV അത്രത്തോളം എൻജോയ് ചെയ്യുന്ന ആളാണ്. നമ്മളൊരു ഹിയറിംഗ് എയ്ഡ് മേടിക്കുമ്പോൾ ജസ്റ്റ് ഇതിന് ഇത്രയൊക്കെ രൂപയാണ് എന്നുള്ളത് മാത്രമല്ല, എന്താണ് നമ്മളുടെ ഗോള്, നമ്മൾ ഇതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഹിയറിംഗ് എയ്ഡ് ഓഡിയോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഹിയറിംഗ് എയ്ഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ.